അൺടച്ചബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള അംബേദ്കറി വിഷയത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഹോമോജീനിയസ് അല്ല എന്നൊരു നിലപാട് എടുക്കുകയാണെങ്കിൽ ഫലത്തിൽ ഈ ഇവരെ ശക്തിയെ ദുർബലപ്പെടുത്തില്ല, ഒരു രാഷ്ട്രീയ ആയിട്ട് ഇവരെ ദുർബലപ്പെടുത്തുകയല്ലേ ചെയ്യുക? ഒരിക്കലുമല്ല. കാരണം യൂണിറ്റി കംസ് ഔട്ട് ഓഫ് യൂണിഫോമിറ്റി. അൺലെസ് ആൻഡ് അണ്ടിൽ ദർ ഇസ് നോ യൂണിഫോമിറ്റി ദർ കനോട്ട് ബി എ യൂണിറ്റി. എങ്ങനെയാണ് യൂണിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നത്? ശക്തനും ദുർബലനും തമ്മിലുള്ള ഐക്യത്തിൽ എപ്പോഴും ദുർബലൻ ചൂഷണം ചെയ്യപ്പെടുകയോ പിന്തള്ളപ്പെടുകയോ പുറകിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്യും. അതുകൊണ്ട് യൂണിറ്റി നിങ്ങൾ പ്രീസപ്പോസ് ചെയ്യുന്നെങ്കിൽ ദർ ഷുഡ് ബി യൂണിഫോമിറ്റി. അല്ല, ഈ അധികാരത്തിലോ വേറെ ഒരു പങ്കില്ലാത്ത എസ് സി വിഭാഗങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഈ ശക്തിയും അശക്തിയും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുമോ? മറ്റുള്ള സൊസൈറ്റി സമൂഹം പോലെ സംസ്ഥാന, ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ 96-97 കാലഘട്ടം മുതൽ വികസന കാര്യത്തിൽ ഉണ്ട്. അവർ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ആധികാരികമായ റിപ്പോർട്ടുകളുണ്ട്, പ്ലാനിംഗ് കമ്മീഷന്റെ റിപ്പോർട്ടുകളുണ്ട്. ഇഫ് യു വാണ്ട് എ കോപ്പി ഐ കൻ ഗിവ് യു. ഇല്ല, കാര്യത്തിൽ എനിക്ക് ഇതിന് വേറൊരു സൊല്യൂഷൻ വേണമെങ്കിൽ സുപ്രീം കോടതിക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കാണാവുന്നതാണ്. ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവാണ് ഞങ്ങളൊക്കെ ബദലായി വയ്ക്കുന്നത്. ഈ പറഞ്ഞത് സത്യമാണ്. കമ്മ്യൂണിറ്റികൾ ഇപ്പം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം വന്ന മാനുവൽ സ്കാവഞ്ചേഴ്സിൻ്റെ സ്ഥിതിയെക്കുറിച്ചൊക്കെ തന്നെ. എന്തുകൊണ്ടാണ് അവരിപ്പോഴും ആ സാമൂഹ്യ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്? ആരാണ് ഉത്തരവാദിത്വം? ഇപ്പം ഈ വിധി പറഞ്ഞിരിക്കുന്ന ജഡ്ജിൻ്റെ ഒരു അടിസ്ഥാന സമീപനം മറ്റൊരു വിധിയിലൂടെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഈ ഡിസ്കോഴ്സിൽ നമുക്കതൊന്നും വലിച്ചഴിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ലെങ്കിലും വളരെ മുതലാളിത്തപരമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത്, അതായത് ഭൂമി വിൽക്കാനും വാങ്ങിക്കാനുള്ള കോർപ്പറേറ്റുകളുടെ ആവശ്യത്തിന് വേണ്ടി സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൾച്ചറിനെയും സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ ഒരു മേജർ ഏരിയയായി കണ്ടിരുന്ന ഒന്നിനെ അട്ടിമറിച്ച ഒരാളാണ് ചന്ദ്രചൂഡ്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇക്വാലിറ്റി ഉറപ്പുവരുത്താൻ അസംഖ്യം വകുപ്പുകളുണ്ട്, ഡയറക്ഷൻസ് ഉണ്ട്. ആ ഡയറക്ഷൻസിനെ ഉൾക്കൊള്ളുന്ന ഒരു കോടതിയായിരുന്നു എങ്കിൽ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിയിരുന്നത് ഈ മാനുവൽ സ്കാവഞ്ചേഴ്സിൻ്റെ അതിപിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, അഡ്വക്കേറ്റ് സജീവ് ചേരൻ തന്നെ സൂചിപ്പിച്ച് അതിപിന്നോക്കം നിൽക്കുന്ന വൾണറബിൾ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി എന്ത് സ്റ്റെപ്സാണ് സ്റ്റേറ്റ് ചോദിച്ചത് എന്ന് അവർ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്ത് സ്റ്റെപ്സാണ് നാളെ ഇവർ എടുത്തിരുന്നത് എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞിരുന്നാൽ പിന്നെ നീതി വരുന്നു എന്നുള്ളത് ആണ് നമ്മുടെ ഒരു പ്രതീക്ഷയെങ്കിൽ കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് കേരളത്തിലിപ്പം പണിയാടിയ വിഭാഗങ്ങൾക്കല്ല, ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് കാറ്റഗറീസ് ചെയ്തിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നടത്താനുള്ള നിയമം ഉണ്ടാക്കണം. പക്ഷെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു നിയമം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിലവിൽ അധികാരമില്ല. ആർട്ടിക്കിൾ 16 ഒരു പ്രൊവിഷൻ വളരെ ക്ലിയറാണ്. അതേതാണ്, സ്റ്റേറ്റിന് 16(4) അനുസരിച്ച് മതിയായ പ്രാതിനിധ്യമില്ലാത്ത കമ്മ്യൂണിറ്റികൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള പ്രൊവിഷൻസ് എന്നാണ് പറയുന്നത്, നോട്ട് മേക്കിംഗ് ലോസ്. അതുകൊണ്ടാണ് പഞ്ചാബിൽ ആദ്യത്തെ നിയമനിർമ്മാണത്തിൽ അവരത് നോട്ടിഫിക്കേഷൻ മാത്രമാക്കിയത്. പ്രൊവിഷൻസ് ഉണ്ടാക്കാനുള്ള വ്യവസ്ഥകൾ 16 ആ ഒരു വകുപ്പിനെ ഇൻവോക്ക് ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് പാർലമെൻറ്റിലൊരു നിയമം നടപ്പാക്കിക്കൂടാ? യൂണിയൻ ഗവൺമെൻറ്റിന് ദേശീയ തലത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് എങ്കിൽ ആരൊക്കെയാണ് നാഷണൽ ലെവലിലുള്ള അതിപിന്നോക്ക വിഭാഗങ്ങളും അതിദുർബലെന്നുള്ളത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമായിട്ട് നോട്ടിഫൈ വിജ്ഞാപനം ചെയ്യണം. അങ്ങനെ വിജ്ഞാപനം ചെയ്യപ്പെടുന്ന വിഭാഗങ്ങൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ, അതായത് 16(4) പ്രൊവിഷൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ വിഷയം അനായാസം പരിഹരിക്കപ്പെടാവുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണിയാടിയ കാട്ടുനായ്ക്ക വിഭാഗങ്ങളോ അല്ലെങ്കിൽ വേടൻ ചക്കില വിഭാഗങ്ങൾക്കോ പ്രത്യേകിച്ചും മാനുവൽ സ്കാവഞ്ചേഴ്സിനെല്ലാം തന്നെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിനെ ആരും എതിർക്കില്ല. കാരണം അങ്ങനെ ഒരു വൾണറബിലിറ്റി SC വിഭാഗങ്ങളുണ്ട് എന്നുള്ളത് അൺടച്ചബിൾസ് എന്ന് പറയുന്ന കോമൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നിർവചനത്തിന് വിരുദ്ധമാകുന്നില്ല എന്നുള്ളതാണ്. അത് പട്ടികജാതിക്കാർ എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു അസ്പൃശ്യത കൽപ്പിച്ച് പൊതു ഇടങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത അടച്ചു കളഞ്ഞൊരു സോഷ്യൽ ഈവിളായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഗണമായി, ഒരു കാറ്റഗറി, ഒരു ക്ലാസ്സായി ഒരു വിഭാഗത്തെ പൊതുവിടത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് അതിനെ ഡിഫൈൻ നിർവചിക്കുന്നത്. അതാണ് സംവരണത്തിൻ്റെ അടിസ്ഥാനം. അവിടെ ജാതികൾ തമ്മിലുള്ള അകലമല്ല, അത് സോഷ്യൽ റീസൺസാണ്. പണിയനടിയൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലായിരിക്കും, കല്യാണം കഴിക്കില്ലായിരിക്കും, കല്യാണം കഴിക്കുന്നുണ്ടോ തൊട്ട് തൊടുന്നതെന്നോ അവർ തമ്മിലുള്ള അകലമൊന്നും അല്ല അതിൻ്റെ പ്രശ്നം. അവരുടെ ബേസിക് സോഷ്യൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അയിത്തം പോലുള്ളത് എന്ന് ഇമ്പോസ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് സൊസൈറ്റിയുടെ ഒരു മെക്കാനിസമായിരുന്നു. അതായിരുന്നു എല്ലാവർക്കും ദുര്യോഗമായി പൊതുവിടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയായിരുന്നത്.
ആ പൊതുപ്രവേശനത്തിന് വേണ്ടിയാണ് എഡ്യൂക്കേഷൻ, അവസര സമത്വം, മറ്റു തരത്തിലുള്ള ലെജിസ്ലേച്ചറിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്ന സംവരണത്തിൻ്റെ 3 ബേസിക് ഇഷ്യൂസ് സംവരണത്തിൽ ഡോക്ടർ അംബേദ്കർ അഡ്രസ്സ് ചെയ്യുന്നത്. അത് ഹിട്രോജീനിയസ് ആയിട്ടുള്ള സാമൂഹിക സാഹചര്യം, അതിപിന്നോക്കാവസ്ഥയും മറികടക്കണമെങ്കിൽ ഭരണഘടനയിൽ തന്നെയുള്ള ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള മറ്റു വകുപ്പുകൾ അവർ നടപ്പാക്കണമായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാനുവൽ സ്കാവഞ്ചേഴ്സൊക്കെ ഇപ്പോഴും മാനുവൽ സ്കാവഞ്ചേഴ്സ് ആയിട്ട് തുടരുന്നുള്ള സമൂഹം. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിദുർബല വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് വൺസ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റേറ്റിന്, സംസ്ഥാനങ്ങൾക്ക്, യൂണിയൻ ഗവൺമെൻറ്റിന് സ്റ്റെപ്സ് എടുക്കുന്നതിന് ഒരർത്ഥത്തിലും ഭരണഘടനാപരമായ ലിമിറ്റേഷൻസ് ഇല്ല. സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അത് ഒബ്സർവ് ചെയ്യായിരുന്നു. ഈ ഇപ്പോൾ വച്ചിരിക്കുന്ന ബദലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൈക്രോസ്കോപ്പിക് കമ്മ്യൂണിറ്റികൾ അവഗണിക്കപ്പെടുന്നു, മൂലയിൽ ഒതുക്കപ്പെടും. വംശീയത്തോടെ എൻ്റെ വീക്ഷണമല്ല, നാഷണൽ കമ്മീഷൻ തന്നെ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അവരുന്നയിച്ചൊരു ഡൗട്ടാണത്. 1% ഈ റിലീവ് വിഭാഗങ്ങൾ പോലുള്ള ഒതുക്കപ്പെട്ടാൽ അവർക്ക് ഈ കോമൺ സാധ്യത നിരാകരിക്കപ്പെടില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ദേശീയ പട്ടികജാതിപട്ടികവർഗ കമ്മീഷൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ മുമ്പിൽ ഉയർന്നു വരും. അതുകൊണ്ട് ഈ പറയുന്നതാണ് ഒരാശങ്കയെങ്കിൽ പാർലമെൻറ്റിന് ഒരു നിയമനിർമ്മാണത്തിലൂടെ ഇത് പരിഹരിക്കാവുന്നതാണ്. ഏത് 341, 342 ഒരർത്ഥത്തിലും 16(4) നടപ്പാക്കുന്നതിന് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആകില്ല. ഇവരുടെയൊക്കെ ഒരു വാദത്തിലുള്ള, അല്ലെങ്കിൽ ചെയർമാനാണെങ്കിലും മറ്റുള്ളവരൊക്കെ തന്നെ ഒരു വാദത്തിൽ സബ്ക്ലാസിഫിക്കേഷൻ പറയുന്ന ആളുകളുടെയും കോടതിക്കും പറ്റിയിരിക്കുന്ന വലിയൊരു അബദ്ധം ഇത് രണ്ടും ഒരു കോൺട്രഡിക്ടറി വകുപ്പാണ് എന്നുള്ള നിലയിൽ പ്രതിസ്ഥാപിക്കുകയും അതിൽ 16(4)നെയും 341നെയും ഇൻ്റർപോസ് ചെയ്തിട്ട് അതൊരു ലിമിറ്റിംഗ് ഫാക്ടർ ആയതുകൊണ്ട് അതുകൊണ്ട് അത് പൊളിക്കണം, അതുകൊണ്ട് ഉപവിഭാഗങ്ങളാക്കണം എന്ന ഒരു വളരെ അപകടകരമായൊരു തീരുമാനത്തിലേക്ക്, അതായത് ഇവരാരും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അവർ സബ് ക്ലാസിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരുന്നു. ആന്ധ്രക്കാരും സബ് ക്ലാസിഫിക്കേഷൻ, അവരാരും 341 റീഡിഫൈൻ ചെയ്യണമെന്ന് ഒരു കേസിൽ ആരും ആവശ്യപ്പെട്ടില്ല. പഞ്ചാബുകാർ ആവശ്യപ്പെട്ടില്ല, പിന്നെ തമിഴ്നാടുകാർ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരേ ഒരാൾ DY ചന്ദ്രയുടെ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഡീംഡ് ഫിക്ഷൻ എന്ന് പറയുന്നത്, ഡീംഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രയോഗമാണ്, അതല്ല പ്രശ്നം. ഡീംഡ് ഫിക്ഷൻ എന്ന് പറഞ്ഞ നിലയിൽ അദ്ദേഹം ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആദ്യം അവതരിപ്പിക്കുന്നുണ്ട് വിധിയിൽ. അവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ആ 341, 342 സാങ്ക്ടിറ്റിയെ തകർക്കാനായി ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സാധനം അവതരിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ കൊണ്ടുള്ള കുറേ കളിയാണ് അവിടെ നടക്കുന്നത്. ക്വസ്റ്റ്യൻ മറ്റേ പ്രശ്നമാണ്. 341, 42 എന്ന് പറയുന്നത് ഒരു ജനതയെ ഡിഫൈൻ ചെയ്യുന്നു. പട്ടികജാതി പട്ടികവർഗങ്ങൾ ഡിപ്രസ് ക്ലാസ് എന്ന് പറയുന്നത് അയിത്ത ജനവിഭാഗങ്ങൾ ആരാണ് എന്നുള്ളതിൻ്റെ വൺസ് ഡിഫൈൻ ചെയ്യുന്നത്. അതൊരു ആ ഡെഫിനിഷൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നിന്ന് തന്നെ വലിയ എക്സസൈസ് അംബേദ്കർക്ക് ചെയ്യേണ്ടി വരാതിരുന്നതിന് കാരണം അതിന് മുമ്പുള്ള ഡിസ്കോഴ്സിൽ 1919 മുതലുള്ള മുഴുവൻ ഡിസ്കോഴ്സിൽ പുനഃപാക്ന ഡിബേറ്റിലെല്ലാം തന്നെ അത് കൈകാര്യം ചെയ്തൊരു വിഷയമായതുകൊണ്ട് അവരുടെ മുമ്പിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെ മുമ്പിൽ ഒരുപാട് പട്ടികജാതിക്കാരെ ലിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അവരുടെ മുമ്പിൽ വന്നുള്ളൂ. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ ഒരു ഷെഡ്യൂൾ കൊണ്ടുവരികയും ആ ഷെഡ്യൂളിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത്, ഷെഡ്യൂൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് 341 അത് സംരക്ഷിക്കാനുള്ളൊരു കാര്യം മാത്രമായിട്ട് പറയാം. അപ്പോൾ 341 അധികാരപരിധിയെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഫലത്തിൽ അൺടച്ചബിൾസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഹിസ്റ്റോറിക്കലി അച്ചീവ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ്, അതിൻ്റെ ഇടം അത് ദുർബലപ്പെടുന്നുള്ളതാണ് വിധിയെ ഭയപ്പെടുന്ന അല്ലെ വിധിയെ എതിർക്കുന്ന ഞങ്ങളെപ്പോലുള്ള വലിയൊരു വിഭാഗം ആളുകളുടെ പ്രധാനപ്പെട്ട ആശങ്ക. ആ അർത്ഥത്തിലാണ് ഹോമോജനിറ്റി വേഴ്സസ് ഹിട്രോജനിറ്റി എന്നുള്ളതെല്ലാം തന്നെ കേന്ദ്ര വിഷയമായി ചർച്ച ചെയ്യേണ്ടത്. രണ്ടാമത്തത് വെദർ 341 and 342 ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ ടു 16(4). അതാകുന്നില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അടിയന്തരമായും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇത് മറികടക്കാൻ ഭേദഗതി വരണം. രണ്ടാമത് അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് CSK ഓർഗനൈസേഷന് ബദലായി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് ലോ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സംവരണത്തിൻ്റെ സംരക്ഷണവും വിപുലീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അതിദുർബല, വൾണറബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് ഞങ്ങളൊക്കെ പ്രയോഗം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കാറ്റഗറി അല്ല. അവർക്ക് രാജ്യമെമ്പാടും ഈ പറയുന്ന പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള ഒരു നിയമനിർമ്മാണം നടത്തണം. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ബാധകമായ ഒന്നായിരിക്കണം. പക്ഷേ ഇവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രാന്ത്യം കൊടുക്കാനുള്ള
ഈ ആർട്ടിക്കിൾ 341, 342 എന്ന് പറയുന്നത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്നതിനെ സംബന്ധിക്കുന്ന ഒന്നാണ്. വാട്ട് ഈസ് ഷെഡ്യൂൾ കാസ്റ്റ്, വാട്ട് ഈസ് ഷെഡ്യൂൾ ട്രൈബ്? ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ നിർവചനം പോലും അതിനകത്ത് വരുന്നില്ല. അത് ആർട്ടിക്കിൾ 366 വരുന്നത്. ആ നിർവചനത്തിൽ ഒന്നും ഇല്ല താനും. നിർവചനത്തിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 341 പറയുന്ന കമ്മ്യൂണിറ്റിയാണെന്ന് പരസ്പരം ബന്ധപ്പെട്ടാണ് ഇത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 341 ലിസ്റ്റിന്റെ പ്രൊട്ടക്ഷൻ മാത്രമേ 341 and 342 is only enlisting a community. എക്സ്റ്റൻഷൻ ആണത്. 341 342 വാട്ട് ഈസ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഹു ഓൾ ആർ ഷെഡ്യൂൾ കാസ്റ്റ്. 342 ഷെഡ്യൂൾ ട്രൈബ് വരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 341 342 ആസ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് ഒരിക്കലും ഒരിടത്തും സംവരണത്തിൻ്റെ സംവരണത്തെ സംബന്ധിച്ച് സംവരണം നൽകാനുള്ള വകുപ്പുകളല്ല 341 342 എന്ന് പറയും. 341 342 എന്ന് പറയുന്നത് വാട്ട് ഈസ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഫോംഡ്, എങ്ങനെയാണ് അത് രൂപീകരിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ഓരോ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിച്ച് സംസ്ഥാന സർക്കാരുകളുടെ ശുപാർശ പ്രകാരം തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റിൽ വരുന്ന ജാതികളാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയും. രണ്ടാമത് പ്രധാനമായ ഒരു കാര്യമുള്ളത്, ഈ കോടതി വിധി EV ചെന്നൈയിൽ സംഭവിച്ചൊരു തെറ്റ് കോടതി വിധി ഈ വിധിയിൽ തിരുത്തുന്നുണ്ട്. അതായത് ഈ ഭേദഗതി എന്ന് പറഞ്ഞ വേരി എന്ന് പറയുന്നൊരു വാക്ക് 341 സബ് ക്ലോസ് 2 പക്ഷേ സബ് ക്ലോസ് 2 വേരി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു പ്രീഫിക്സിംഗ് ഉണ്ട്. എന്താണ് ആ പ്രീഫിക്സിങ്? എബൌവ് സെറ്റ് വേരിയേഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പറയുന്നത് ഈ ലിസ്റ്റിലേക്ക് ഏതെങ്കിലും ഒരു പുതിയ ജാതിയെ ഉൾപ്പെടുത്താനോ ഏതെങ്കിലും ഒരു പുതിയ ജാതി ഒഴിവാക്കാനോ, ടു ഇൻക്ലൂഡ് ഓർ എക്സ്ക്ലൂഡ്, അതിനുള്ള അധികാരം പാർലമെന്റിന് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. എന്നിട്ട് പറയുന്ന സെക്കൻഡ് ലൈനിലാണ് പറയുന്നത് എഫോർസെറ്റ് മെൻഷൻ്റെ പ്രകാരമുള്ള മുകളിൽ പറയുന്നത് പോലെയുള്ള ഭേദഗതി വരുത്താൻ. മുകളിൽ പറയുന്ന ഭേദഗതി എന്താണ്? ടു ഇൻക്ലൂഡ് ഓർ എക്സ്ക്ലൂഡ്. ഇവിടെ സബ് ക്ലാസിഫിക്കേഷൻ പ്രകാരം ലിസ്റ്റിൽ ഒരു നിലയിലും ഏതെങ്കിലും ഒരു പുതിയ ജാതിയെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ജാതിയെ ഒഴിവാക്കുന്നൊരു സമീപനവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമത്തിലും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നിയമം എടുത്ത് ഉദാഹരണമായി പറഞ്ഞതുപോലെ തന്നെ ആ നിയമങ്ങളെല്ലാം പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ ജാതികൾക്കും മുഴുവൻ പട്ടികജാതി സംവരണത്തിൻ്റെയും പ്രയോജനം ലഭിക്കത്തക്ക നിലയിലും, എന്നാൽ ഒരു വിഭാഗത്തിന് 1% അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനത്തിൻ്റെ പ്രയോജനം അവർക്ക് കൂടുതലായി ലഭിക്കത്തക്ക നിലയിൽ മാത്രമാണ് നിയമനിർമ്മാണങ്ങൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാടിൻ്റെ നിയമം തന്നെ സെക്ഷൻ 5, 6 വായിച്ചു നോക്കിയാൽ വളരെ ലൂസിഡായി, എനിക്ക് കുറച്ചുകൂടി ഏറ്റവും നന്നായി തോന്നിയ തമിഴ്നാട് നിയമമാണ്. കുറച്ചുകൂടെ നന്നായി അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 341 എന്ന് പറയുന്നത് സംവരണത്തെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതല്ല, സംവരണം തീരുമാനിക്കുന്നത് 341 അടിസ്ഥാനത്തിൽ. 341 only define or only says about ആരാണ് ഒരു ഷെഡ്യൂൾ കാസ്റ്റ്, ആരാണ് ഒരു ഷെഡ്യൂൾ ട്രൈബ് എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷേ സംവരണത്തെ സംബന്ധിച്ച് പറയുന്നത് 15(4) 16(4) 15(4) 16(4) പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അധികാരമുണ്ടോ? ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് സംവരണം കൊടുക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് പറയാം. അതായത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ സബ് ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ച നിയമത്തെയും അതിൻ്റെ ഭരണഘടനാ സാധുത ശരിവെച്ച സുപ്രീം കോടതി വിധിയെ നമ്മൾ എതിർക്കുന്നു. കേരളത്തിൽ ഇല്ലേ സബ് ക്ലാസിഫിക്കേഷൻ? പിന്നോക്ക വിഭാഗ സംവരണത്തിൽ മനോഹരമായി സബ് ക്ലാസിഫിക്കേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈഴവർക്ക് 14%, മുസ്ലിങ്ങൾക്ക് 12%, അതല്ലെങ്കിൽ വിശ്വകർമ്മജർക്ക് 3% എന്ന നിലയിൽ കേരളത്തിൽ 63 ജാതികളെ ചേർത്തിട്ടാണ് 1% സംവരണമുള്ളത്. അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ, നിലവിലുണ്ടല്ലോ. വളരെ മനോഹരമായ നിലയിൽ യാതൊരു വിധത്തിലുമുള്ള സംഘർഷങ്ങളില്ലാതെ തന്നെ അത് നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗം, അതിപിന്നോക്കമായ വിഭാഗം, ഒരു നിലയ്ക്കും ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതിയെ അനുകൂലിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാ അക്ഷരങ്ങളോടും എല്ലാ വരികളോടും എല്ലാ വാക്കുകളോടും അംഗീകരിക്കുന്നു എന്ന അർത്ഥം അതിനില്ല. പക്ഷേ അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് പ്രാതിനിധ്യം ലഭിക്കാതെ പോയ ചില വിഭാഗങ്ങളുണ്ട് എന്ന് ചില കമ്മീഷനുകൾ പരിശോധിച്ച് കണ്ടെത്തുന്നു. ആ പ്രാതിനിധ്യം ലഭിക്കാതെ പോയ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ചില നടപടികൾ ആവശ്യമാണ് എന്ന് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. ആ ശുപാർശകൾ അംഗീകരിച്ച് ചില സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. ആ നിയമനിർമ്മാണങ്ങൾ ശരിയാണോ? ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ അതിനെ അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ബാബാസാഹേബ് ഡോക്ടർ B.R. അംബേദ്കറെ ഈ നിലയിലുള്ള ഈ ജനാധിപത്യപരമായ പ്രാതിനിധ്യാവകാശം വീതം വെക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം 1951 അന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. 1952 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബാബാസാഹേബ് ഡോക്ടർ B.R. അംബേദ്കറുടെ രാഷ്ട്രീയ പാർട്ടിയെ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഇറക്കിയ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ട്. 51 ഒക്ടോബർ 6 അംബേദ്കറുടെ വസതിയിൽ കൂടി യോഗത്തിലാണ് ആ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാവും. ആ തീരുമാനത്തിൽ എന്താണ് പറയുന്നത്? വളരെ ക്ലിയർ ആണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ. അംബേദ്കറുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ വളരെ ക്ലിയർ ആണ്. ദോസ് ഹു ഹാവ് നൺ ഇൻ ദ പാസ്റ്റ്
ഷാൽ ഹാവ് ദ പ്രിഫറൻസ് ഓവർ ദി അതേഴ്സ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലകളിൽ പ്രാതിനിധ്യം ലഭിക്കാതെ പോയവർക്ക് പ്രാതിനിധ്യം ലഭിച്ചവരെക്കാൾ മുൻഗണന ഉണ്ടാവണം, മുൻതൂക്കം ഉണ്ടാവണം, പ്രിഫറൻസ് ഉണ്ടാകണമെന്നാണ്. അവസര സമത്വത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് റെപ്രസെൻറ്റേഷനെ സംബന്ധിച്ച്, ഈ ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അംബേദ്കറുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പറയുന്നത്. അംബേദ്കർ ആ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നത്. ഈ പറയുന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് എൻ്റെ വിധി. അപ്പോൾ ഇത് ഒരു ക്രീം ലെയർ കൊണ്ടുവന്നിട്ട് സാമ്പത്തിക സംവരണത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ അട്ടിമറിക്കുന്ന, അതിലേക്ക് സാമ്പത്തിക ഘടകം കൊണ്ടുവരുന്ന ഒരു ഇതിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഇവിടെ EWS വന്നു, OBC വിഭാഗങ്ങളിൽ ഓൾറെഡി സാമ്പത്തിക പരിഗണനയിലാണ് ക്രീം ലെയർ. ഇനി അതില്ലാത്ത വിഭാഗങ്ങളിലേക്കും അത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇത് മാറും. ഒന്ന് ഈ ഒരു കാര്യം ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ജസ്റ്റിസ് ബാല ത്രിവേദിയാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഡിസെൻഡിങ് ഒപ്പീനിയൻ എഴുതിയിരിക്കുന്നത്. ഈ ജസ്റ്റിസ് ബാല ത്രിവേദി തന്നെയാണ് EWS കേസിൽ ഭൂരിപക്ഷ വിധിയുടെ ഭാഗമായി നിന്നത്. അതായത് സാമ്പത്തിക സംവരണത്തിന് അനുകൂലമായ വിധിന്യായം എഴുതിയ 3 ജഡ്ജിമാരിൽ ഒരാൾ ജസ്റ്റിസ് ബാല ത്രിവേദിയാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ജസ്റ്റിസ് ബാല ത്രിവേദിയെ ആശ്രയിച്ചുകൊണ്ട് ഈ ഓഗസ്റ്റ് 1-ാം തീയതി സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ സ്വയം കുഴിയിൽ ചെന്ന് ചാടുന്നതിന് തുല്യമായിരിക്കും എന്ന് ഞാൻ ഇതിനിടയ്ക്ക് ഭംഗിയെന്നോടെ പറഞ്ഞു പോകട്ടെ. രണ്ടാമതൊരു കാര്യമുള്ളത് ഈ ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ, ഇതെൻ്റെ വ്യക്തിപരമായ നിലപാടല്ല, ഒരു സംഘടനാപരമായ നിലപാടെന്ന നിലയിൽ പറയുകയാണ്. ഇതിൽ ജസ്റ്റിസ് BR ഗവായിയാണ് ഈ ക്രീമി ലെയർ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി ശക്തമായി ഓഗസ്റ്റ് 1-ാം തീയതി സുപ്രീം കോടതി വിധിയിൽ വാദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രീമി ലെയർ പട്ടിക വിഭാഗങ്ങളിൽ നടപ്പിലാക്കണമെന്ന് പറയുന്ന നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. M. നാഗരാജ് കേസ്, ജർണയിൽ സിംഗിൻ്റെ കേസ്, 2018 ജർണയിൽ സിംഗിൻ്റെ കേസ്, ഇപ്പോൾ ഈ കേസ്, അങ്ങനെ ഇതിനു മുമ്പ് പല കേസുകളിലും സുപ്രീം കോടതി പട്ടിക വിഭാഗ സംവരണത്തിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ജസ്റ്റിസ് BR ഗവായിയുടെ ലോജിക്കിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. വളരെ ശക്തമായി പറയും, ഞങ്ങൾക്ക് യോജിപ്പാണ്. യോജിപ്പെന്ന് പറയുന്നത്, അദ്ദേഹം അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നോക്ക വിഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയ ക്രീമി ലെയർ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മാനദണ്ഡങ്ങളിലായിരിക്കണം പട്ടിക വിഭാഗങ്ങളിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തേണ്ടത് എന്ന നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും മാത്രമാണ്. ഇതൊന്നും ജഡ്ജ്മെൻ്റ് അല്ല. ആൻഡ് നോ സ്റ്റേറ്റ് ഈസ് ബൗണ്ട് ടു ഡു ഇറ്റ്. അതാണ് ഈ വിധിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, സബ് ക്ലാസിഫിക്കേഷൻ നിയമം ഇന്ന ദിവസത്തിനകം നിർമ്മിക്കണമെന്ന് ഒരു കോടതിയും ഈ കോടതി ഒന്നും ഒരു സ്റ്റേറ്റിനോട് നമ്മളോട് പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നിർദ്ദേശങ്ങളാണ്, ഇതെല്ലാം ചർച്ചകളാണ്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുത്തൊരു നിലപാട്, പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തുകയാണെങ്കിൽ പട്ടിക വിഭാഗങ്ങളിലെ ക്രീമി ലെയറിനെ ഒരു കാരണവശാലും സംവരണത്തിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഈ സബ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് പോലെ തന്നെ പട്ടിക വിഭാഗങ്ങളിലെ നോൺ ക്രീമി ലെയറിന് പ്രിഫറൻസ് നൽകുന്ന നിലയിലായിരിക്കണം പട്ടിക വിഭാഗങ്ങളിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തുന്ന പക്ഷം സ്റ്റേറ്റുകൾ നടപ്പിലാക്കേണ്ടത് എന്നാണ് ഞങ്ങൾ അതിൽ കാര്യത്തിൽ പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ നിലപാട് കാര്യത്തിൽ. അതിലെന്തെങ്കിലും ഉറപ്പായിട്ട് ഇതിനകത്ത് സുപ്രീം കോടതി ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിനെയൊക്കെ നമ്മളങ്ങനെ അനുഷംഗമായി കുറേ കാര്യങ്ങൾ പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടെന്നൊക്കെ വകവെച്ചു കൊടുക്കാനൊന്നും പറ്റുന്ന കാര്യമില്ല. സുപ്രീം കോടതി ഇപ്പം ഇതിനകത്ത് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാണ് വിധി പകർപ്പിൽ തന്നെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. 2 ജഡ്ജസിൻ്റെ മെയിൻ ജഡ്ജ്മെൻ്റ് ഉണ്ടാകുമ്പോൾ തന്നെ സുപ്രീം കോടതി അതിൽ ആ കേസിലുള്ള പരിഗണനാ വിഷയം പോലും അല്ലാത്ത വിഷയത്തിലാണ് ഗവായിയും മറ്റുള്ളവരെല്ലാം തന്നെ ക്രീമി ലെയർ വേണമെന്നുള്ളത് കാര്യം പറഞ്ഞു. ക്രീമി ലെയർ ക്വസ്റ്റ്യൻ തന്നെ കോടതിയുടെ പരിഗണനാ വിഷയമേ ആയിരുന്നില്ല. അപ്പോൾ തോന്നിയതൊക്കെ പറയുകയും അതിനെ നിയമമാക്കി മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്നൊരു മെത്തഡോളജി ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുണ്ട്. കോടതി ഈ പരാമർശങ്ങൾ നടത്തിയാൽ അതൊന്നുകിൽ റൂളിംഗ് എന്നുള്ള നിലയിൽ അത് നിലനിൽക്കാം, അല്ലെങ്കിൽ നിയമമായി മാറും. ആരെന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ 7 ബെഞ്ചിൻ്റെ ഒരു ഭൂരിപക്ഷ വിധിയുടെ ഭാഗമാണ് ക്രീമി ലെയർ. അതിൻ്റെ പരിഗണനാ വിഷയമായിരുന്നാലും ഇല്ലെങ്കിലും ഇത് സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയിലൂടെ അത് സ്വീകരിക്കപ്പെടണം. സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഒരാൾക്കത് കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ അതല്ല, ഇത്തരത്തിലുള്ള ആനുഷംഗിക പരാമർശങ്ങൾ പോലുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞ് കോടതി പാർലമെൻറ്റിൻ്റെ അധികാരം കൈയാളി എന്നുള്ളതാണ്. പാർലമെൻറ്റിന് മാത്രമുള്ള അധികാരത്തെ അവർ വളരെ ആനുഷംഗികമെന്ന് തോന്നുന്ന തരത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന 341നെയും 345 സംബന്ധിച്ചുമുള്ള ഒരു ഡീംഡ് ഫിക്ഷൻ, ഒരു സങ്കല്പനം ഉണ്ട്. ആ സങ്കല്പനമാണ് അവർ ചോദ്യം ചെയ്യുന്നത് ഞാൻ പറയാൻ കാരണം. ആ സങ്കല്പനം മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ അത് പാർലമെൻറ്റിന് നൽകിയിരുന്ന
സമഗ്രമായുള്ള അധികാരപരിധിയായിരുന്നു. പാർലമെൻറ്റ് അധികാരപരിധി നിർവചിക്കുക മാത്രമാണ് 341 സംബന്ധിച്ചും 340 സംബന്ധിച്ചും ഭരണഘടനയിൽ ചെയ്യുന്നത്. അത് പട്ടികജാതിക്കാരാരാണെന്ന് നിർവചിക്കാനൊന്നുമില്ല. ആ നിർവചനം 366 ചെയ്യുന്നത്. ആരാണോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നുള്ള നിലയിൽ 341 341 പ്രസിഡന്റ് വിജ്ഞാപനം ചെയ്യുന്നത് അവരാണ് പട്ടികജാതിക്കാർ. ആ പട്ടികജാതിക്കാരാരാണെന്നുള്ളത് നേരത്തെ തന്നെ എൻലിസ്റ്റ് ചെയ്യുന്ന വലിയൊരു പ്രോസസ്സ്, അത് ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ, സെൻസസ് ഡയറക്ടർ തുടങ്ങിയ ഒത്തിരി മെക്കാനിസം ചെയ്യുകയും ആ മെക്കാനിസമാണ് ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനുമായി ബന്ധപ്പെട്ട നടപടിയിൽ പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പാർലമെൻറ്റ് അക്കാര്യത്തിൽ ആരിതിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം വേണ്ട എന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ അത് വിജ്ഞാപനം ചെയ്യലാണ്. ഇതൊരു നടപടിക്രമമാണ്. ആ അർത്ഥത്തിൽ അഡ്വക്കേറ്റ് ചേവരൻ പറഞ്ഞതുപോലെ പട്ടികജാതിക്കാരാരാണ് എല്ലാം എന്ന് തീരുമാനിക്കേണ്ടതൊന്നുമല്ല 341 341 342 കൃത്യമായും അതിൽ മാറ്റം വരുത്താനോ ഉൾപ്പെടുത്താനോ ഒഴിവാക്കാനുള്ള അധികാരപരിധി നിർണ്ണയിക്കുന്ന വകുപ്പാണത് 341. അതുകൊണ്ടാണ് നമ്മുടെ ഈ വിധിയുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സിൽ 341 342 നിരന്തരം കടന്നു വരുന്നത്. ആ പാർലമെൻറ്റിൻ്റെ അധികാരത്തെ ഇത്തരത്തിലുള്ള ഈ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് മറികടന്നിട്ടുണ്ട്. ഞാൻ ഉന്നയിച്ച ചർച്ചയുടെ തുടക്കത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ടൊരു വിഷയം ഒക്കെ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. അതായത് 16(4) എങ്ങനെയാണതൊരു ലിമിറ്റിംഗ് ഫാക്ടറാകുന്നത്. കോടതിയുടെ 2 പ്രമിസ് ചർച്ചയുടെ കോടതിയുടെ പരിഗണനാ വിഷയത്തിൽ അവർ സ്വയമേവ കൊണ്ടുവന്നതാണ്. ഇതൊന്നും തന്നെ ചെന്നൈ കേസിലൊന്നും തന്നെ ഇതാക്കുന്ന വളരെ ഒരു പ്രൈമറി ബലായം ത്രിവേദിയെ നമ്മളാരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിൽ ഒരു ജഡ്ജസിനെയും നമുക്ക് ഡിപ്പെൻഡബിൾ അല്ല. കാരണം ഇവരാരും ധാർമ്മികമായി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾഡ് ചെയ്തവരല്ല. അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി ഇരിക്കുന്നവർ നമ്മളാരും മൈനോറിറ്റി ജഡ്ജ്മെൻറ്റിനെ കൂട്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. ബലായം ത്രിവേദി മറ്റൊരു പറഞ്ഞാണെന്ന് അറിയാം. ഇതെല്ലാം തന്നെ വളരെ ആസൂത്രിതമാണ്. നീ ഇന്നത് പറയണം, ഞാൻ ഇന്നത് പറഞ്ഞു എന്നുള്ള വ്യക്തമായ ധാരണ അടിസ്ഥാനം പൊളിറ്റിക്കലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു വിധിയാണ്. എല്ലാം അണ്ടർഗ്രൗണ്ടായി തീരുമാനിക്കപ്പെടുക. കാരണം അവിടെ പറയുന്ന പോലെ സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെ കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് അദ്ദേഹത്തോട് ഇൻഫോർമലായിട്ട് ചോദിക്കുന്നു, ഇതിങ്ങനെ തന്നെ തീരുമാനിച്ചുകൂടെ എന്ന് പറയുന്നു. നമുക്ക് എന്താണ് സബ് ക്ലാസ് ചെയ്യാന്ന് പറയുന്നത്, ആരാണ് സോളിസിറ്റർ ജനറലെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കോടതിയുടെ മുമ്പാകെയും രേഖകളില്ല. എന്തായാലും ഇതെല്ലാം തന്നെ വളരെ ആസൂത്രിതമായി നടത്തിയൊരു നാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ഒലിഗാർക്കിക്കായ ഒരു മതരാഷ്ട്രവാദത്തിൻ്റെ ചട്ടക്കൂടിനെ നിർണയിച്ചത് പലരും ഹിന്ദുത്വത്തിൻ്റെ രീതി പോലെ തന്നെ അവരവരുടെ പലതരത്തിൽ പലരും പറയുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലിയുള്ള തീരുമാനം 341 മറികടക്കുക എന്നുള്ളതാണ്. അത് അവരുടെ പരിഗണനാ വിഷയമല്ലെങ്കിലും ഈ പറയുന്ന 316(4) നടപ്പാക്കുന്നതിന് വിധാഗതമാകുന്നു എന്ന് പറഞ്ഞതാണ് ഇതിലേറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ. അങ്ങനെ ഒരു ഞാൻ പറയാം, ഇതും പറയുന്നതിലുള്ള വലിയൊരു വഴിത്തിരിവ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. OBCക്ക് ഇതില്ല എന്നുള്ളതാണ്. ഇതിനാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു അപകടകരമായ മിസ്അണ്ടർസ്റ്റാൻഡിങ്. OBC വിഷയം സംവരണത്തിൻ്റെ ഏരിയയിലേക്ക് കടന്നു വരുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം മാത്രമാണ്. പട്ടികജാതി എന്ന് പറയുന്ന തരത്തിൽ അസ്പൃശ്യത കൽപ്പിക്കപ്പെട്ട ജനവർഗങ്ങളും വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നിലയിൽ OBC ട്രേഡ്സിനെ ഒരു രീതിയിലും കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ 16(4) സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർ ഇത് ജനറലി ബാക്ക്വേർഡ് അത്ര ബാക്ക്വേർഡ് എന്നുള്ള നിലയിലാണ് അവർ നിർണ്ണയിക്കപ്പെടുന്നത്. അത് അൺടച്ചബിൾസിനെ പോലെ ഏകദാന സ്വഭാവമുള്ള ഒരു വിഭാഗം, ഒരു വർഗം എന്നുള്ള ഒരു ക്ലാസ് എന്നുള്ള നിലയിൽ ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു വിഭാഗമായി OBC സംവരണത്തെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇന്ദിരാസാനി കേസിൽ ഇത് യാതൊരു കാരണവശാലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ക്രീമിലെയർ ബാധകമാക്കേണ്ടതില്ല എന്നവർ പറയുന്നത്. ആ ഡിസ്കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും കൂടി വലിച്ചടച്ച് സുപ്രീം കോടതി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അപ്പുറം. ചുരുക്കത്തിൽ OBC വിഭാഗങ്ങളെ പോലെ വ്യത്യസ്ത ജാതികളായി തരംതിരിക്കണമെങ്കിൽ 341-42 സാങ്കത്യത്തെ അടിച്ചു കളയണം. എന്നിട്ട് എല്ലാവരും പിന്നോക്കർ എന്ന് പറയുന്നൊരു കോമൺ ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരുന്നു. ജാതികൾ എന്ന് പറയുന്ന നിലയിൽ സ്വതന്ത്ര മാർക്കറ്റിൽ സ്വതന്ത്രമായി ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം നടപ്പാക്കേണ്ട ഒരു രീതിശാസ്ത്രം കോടതിയിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് അപകടം. അതുകൊണ്ട് തന്നെയാണ് അൺടച്ചബിൾ കാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യണതും ഇത് ഫലത്തിൽ ആർട്ടിക്കിൾ 17 അനുസരിച്ച് ഉള്ള മർമ്മപ്രധാനമായ വകുപ്പിനെ റൈസ് ചെയ്യുന്നതിലേക്കാണ് കോടതി വിധി എത്തുന്നതെന്ന് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞ ഡിസ്കോഴ്സിൽ ഈ പറയുന്ന ഈ തമിഴ്നാടിൻ്റെ
സബ് കോട്ട. തമിഴ്നാട് ലോ എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു സബ് ക്ലാസിഫിക്കേഷൻ ലോ അല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. എനിക്ക് താരതമ്യേന സബ് ക്ലാസിഫിക്കേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു പേഴ്സണൽ പ്രിഫറൻസ്. മറ്റെല്ലാ നിയമങ്ങളും സബ് ക്ലാസിഫിക്കേഷനാണ്. ഉപവർഗീകരണവും സബ് കോട്ടയും തമ്മിൽ അന്തസ്സത്തയിലെ കോടതി സബ് ക്ലാസിഫിക്കേഷൻ്റെ രീതിയിലാണ് സ്വീകരിച്ചെങ്കിലും വ്യത്യസ്തമായ രീതിയിലാണ് തമിഴ്നാട് ഗവൺമെൻറ് അതിനെ കണ്ടിരുന്നത്. ആ നിലക്ക് അവർക്ക് കോമൺ പൂളിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് ശരിയാണ്. ആ വ്യത്യാസം തമിഴ്നാടിൻ്റെ അതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. പക്ഷേ മറ്റെല്ലാ നിയമങ്ങളും ഫലത്തിൽ അന്തസ്സത്തയിൽ ക്രീമി ലെയറിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം സാമ്പത്തികവും സാമൂഹികമായി മേൽക്കൈ നേടിയവരാണെന്നും മറ്റുള്ളവരുടെ അവകാശങ്ങളും സാമൂഹികമായ പിന്നാക്കാവസ്ഥയും കാരണക്കാർ ഇവരാണ് എന്നുള്ളതിൽ കോടതി പലയിടത്തും പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പറയാതെ പറയല്ല, പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നു. ആ അർത്ഥത്തിൽ ക്രീമി ലെയർ വാദത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഉപവർഗീകരണം. അത് എല്ലാ ജഡ്ജസിൻ്റെയും ഔട്ട്ലുക്കിൽ നിന്ന് കാഴ്ചപ്പാടിൽ നിന്ന് വളരെ ക്ലിയർ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ക്രീമി ലെയർ എന്നതിൻ്റെ അപകടം, അതായത് പട്ടികജാതി വിഭാഗങ്ങളൊരു ക്രീമി ലെയറിൻ്റെ എന്താണ് സാങ്കത്യം എന്നത് മറ്റൊരു തരത്തിൽ വിശദമായി ചർച്ചയാണ്. എത്ര പേര് ഇതിനകത്ത് ക്രീമി ലെയർ എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്? ആരാണ് ഇതിനകത്ത് അതിസമ്പന്നം? അങ്ങനെ ഒരു വിഭാഗമുണ്ടോ? ഈ സാലറീഡ് ക്ലാസ് ആണെങ്കിൽ അത് സമ്പത്തിൻ്റെ ഒരു മാനദണ്ഡമായി സ്വീകരിക്കാൻ പറ്റുമോ? വെൽത്ത് എന്ന് പറയുന്നതിൻ്റെ വെൽത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിഭാഗം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആകെ ജനസംഖ്യയിൽ 1% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് 1960 മുതലുള്ള എല്ലാ സെൻസസും കഴിഞ്ഞതിന് ശേഷം 21 സെൻസസ് നടക്കാൻ വലിയ മാറ്റമൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ 1% പേരിൽ എത്ര പേരാണ് ഇതിന് ക്രീമി ലെയർ എന്നുള്ളത്? അടുത്ത കാലത്ത് ഈ തോറാട്ട് തന്നെ വളരെ വ്യക്തമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി. സേവന മേഖലയിൽ, സർവീസ് മേഖലയിൽ കയറിയിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സാമൂഹികവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. 89% അദ്ദേഹത്തിൻ്റെ ഒരു കണക്കാണ്. 10%, 11% മാത്രമാണ് താരതമ്യേന നേരത്തെ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹികമായ വിഭവമുള്ളവർ സേവന മേഖലയിൽ പ്രവേശിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവസര സമത്വത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കളായ ഈ വിഭാഗത്തെ സമ്പന്നരെന്നും ദുർബലരെന്നും തരംതിരിക്കുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല എന്നും സാമൂഹികമായി അവർക്കുള്ള അവകാശം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നിടത്തോളം അവസര സമത്വം നിഷേധിക്കപ്പെടാനിടയുള്ളതുകൊണ്ട് തന്നെ സമ്പത്ത് അതിൻ്റെ ഒരു മാനദണ്ഡമായി ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു അംബേദ്കറേറ്റ് പൊസിഷൻ. യെസ്, അതായത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഗീതാനന്ദ മാഷ് പറഞ്ഞത്, ഞാൻ ഈ 341 ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിനോട് പ്രതികരിച്ചില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. 341 and 342 ഡസ് നോട്ട് 341 342 അല്ല സംവരണം എന്ന് പറയുന്ന അവകാശം ഉറപ്പാക്കുന്നത്. അത് ആർട്ടിക്കിൾ 16(4) ആണ്. 16(4)ൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് ദ സിറ്റിസൺസ്. നമ്പർ 2, നോട്ട് അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് ഇൻ ദ സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ്. ഒന്ന്, പിന്നോക്ക വർഗത്തിൽപ്പെട്ട ആളുകൾ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹു ആർ നോട്ട് അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് ഇൻ ദ സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ്. ഈ രണ്ട് ക്വാളിഫിക്കേഷനാണുള്ളത്. കോടതിയും ഇതിനകത്ത് പറയുന്നത് 341 342 അല്ല സംവരണത്തിൻ്റെ പരിധിയെ സംബന്ധിച്ചോ സംവരണത്തെ സംബന്ധിച്ചോ തീരുമാനമെടുക്കാൻ ഒരു സ്റ്റേറ്റിനെ പ്രേരിപ്പിക്കുന്ന ഘടകം, മറിച്ച് 16(4) ആണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. അത് ശരിയാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. കോടതിയുടെ ചർച്ചയുടെ ആരംഭം ലിമിറ്റിംഗ് ഫാക്ടറാണ് 341. ലിമിറ്റിംഗ് ഫാക്ടർ അല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റിംഗ് ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, തീർച്ചയായിട്ടും ഞാൻ പരിശോധിക്കാം. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ തമിഴ്നാട് സർക്കാരിന് തമിഴ്നാട് നിയമങ്ങൾ മാത്രമാണ് പ്രിഫറൻസ് നൽകുന്നത് എന്ന വാദഗതിയും തെറ്റാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഈ ഹരിയാന നിയമത്തിൻ്റെയും പഞ്ചാബ് നിയമത്തിൻ്റെയും റിലവൻ്റ് സെക്ഷൻസ് മാത്രമാണ്. ഈ ഹരിയാന നിയമത്തിലും പഞ്ചാബ് നിയമത്തിലും പറയുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ആർട്ടിക്കിൾ ഹരിയാന നിയമമാണ് 2006 പഞ്ചാബ് നിയമം. ഹരിയാന നിയമത്തിൽ ലേറ്റസ്റ്റ് നിയമം വന്നിട്ടുണ്ടോ? യെസ്. പഞ്ചാബ് നിയമം 2006 പഞ്ചാബ് നിയമത്തിലെ സെക്ഷൻ 4 സബ് ക്ലോസ് 5, 50% of the vacancies of the quota reserved for scheduled caste in direct recruitment shall be offered to the Valmikis and Masabi Sikhs if available as a first preference from among the scheduled caste. As a first preference from among the scheduled caste. അല്ലാതെ വാൽമീകി സിക്സിനും അവർക്കും വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുകയല്ല. ദ ബാക്ക്ലോഗ് ക്യാരി ഫോർവേഡ് പ്രിൻസിപ്പിൾസിനെ സംബന്ധിച്ച് സെക്ഷൻ 6 പറയുന്നുണ്ട് പ്രത്യേകമായിട്ട്. എന്ന് പറഞ്ഞാൽ
പട്ടികജാതി ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗങ്ങളുടെ മുന്നിൽ വാതിൽ കൊട്ടി അടച്ചുകൊണ്ടല്ല ഈ നിയമങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ച് ഞാൻ തന്നെ മുന്നോട്ട് വെച്ചൊരു ആശയം ഇതാണ്. കേരളത്തിൽ ഞങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചൊരു ആശയം ഇതാണ്. കേരളത്തിൽ 8% സംവരണമാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ളത്. കേരളത്തിൽ ഇതിനോടകം തന്നെ അതിദുർബലമായി കണ്ടെത്തിയിരിക്കുന്ന 4-5 വിഭാഗങ്ങളുണ്ട്. ഈ 8%-ൽ നിന്ന് 1% പ്രിഫറൻസ് അവർക്ക് നൽകിയാൽ മതി. അതാണ് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ള അവർക്കൊരു സപ്പോർട്ട് കൊടുക്കട്ടെ. അവർക്ക് നമ്മുടെ സമൂഹത്തിലെ പട്ടിക വിഭാഗ സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ, ഞങ്ങൾ ആ വാദഗതി ഉന്നയിക്കുന്ന ആളുകളാണ്, അവർക്ക് ഏറ്റവും പിന്നോക്കമാണെന്ന് ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. അടുക്കളയിലെ കല്ല് മാറ്റി കുഴിച്ചിടുന്നത് കേരളത്തിലെ പുലയനും പറയാനുമല്ല, ഇവിടുത്തെ വേടനാണ്. ഇവിടെ ഏറ്റവും അധികം പിന്നോക്കം നിൽക്കുന്ന ചില സമുദായങ്ങളുണ്ടെന്ന് 96-97 കാലഘട്ടം മുതൽ കേരളത്തിൽ ആതന്റിക് റെക്കോർഡ്സ് ഉണ്ട്, പഠനമുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. അവർക്ക് ഈ 8%-ൽ നിന്ന് 1% പ്രിഫറൻസ് തമിഴ്നാട്ടിൽ നൽകിയതുപോലെ നൽകട്ടെ. അതല്ലേ ഏറ്റവും ഭേദം. അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കട്ടെ. തമിഴ്നാട്ടിലെ നിയമത്തെ അനുകരിക്കാം. എല്ലായിടവും കൊടുത്തിരിക്കുന്നത് പ്രിഫറൻസ് മാത്രമാണ്. ഒരിടത്തും ഏതെങ്കിലും ഒരു ജാതിക്ക് അവസരം നിഷേധിക്കുന്ന നിലയിലില്ല. സംവരണത്തെ ജനാധിപത്യപരമായി എല്ലാവർക്കും ലഭിക്കുന്ന നിലയിൽ ചില ക്രമീകരണങ്ങൾ വരികയാണ്. അത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കാണാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കതിൻ്റെ കോറിഡോർസിലൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്ത് 75 മുതൽ ഇതുണ്ട്. 80-കൾ മുതൽ ഇന്ത്യ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രക്ഷോഭത്തിൻ്റെ ഫലമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി ഗീതാനന്ദ മാഷ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, അങ്ങയുടെ കോൺക്ലേവിൻ്റെ ജനറൽ കൺവീനറും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അംബുജേഷൻ 2007 ബാംഗ്ലൂരിലെ ഒരു സമ്മേളനത്തിൽ അവതരിച്ച പ്രമേയത്തിൻ്റെ കോപ്പി ഞാൻ വിട്ടിരുന്നു. അങ്ങ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. മാദിക മൂവ്മെൻറ്റിനെ പിന്തുണച്ചുകൊണ്ട്. ഇതൊരു ജനാധിപത്യപരമായ അവകാശമാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ പ്രാതിനിധ്യം ലഭിക്കാതെ പോയൊരു വിഭാഗം പ്രാതിനിധ്യത്തിന് വേണ്ടി അവകാശപ്പെടും. ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം. ഭരണഘടനയുടെ പ്രിയാമ്പിൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങൾ 4ആണ്: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇക്വാലിറ്റിക്ക് 2 ക്വാളിഫിക്കേഷൻസ് ഉണ്ട്: ഇക്വാലിറ്റി ഇൻ സ്റ്റാറ്റസ് ആൻഡ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി. അവസര സമത്വവും പദവിയിലെ തുല്യതയുമുണ്ട്. അവസര സമത്വത്തെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി ചർച്ച ചെയ്യുന്നത് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിയെ സംബന്ധിച്ചാണ്. നമ്മുടെ സമുദായത്തിലെ ഒരു വിഭാഗം പറയുകയാണ്, നമ്മുടെ പട്ടികജാതിയിലെ ഞാനൊരു നിർദ്ദേശം പറഞ്ഞിരുന്നു. ഈ മോസ്റ്റ് ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പാർലമെൻറ്റ് ഒരു നിയമം നിർമ്മാണം നടത്തുന്നതിന് എന്താണ് തടസ്സം? താങ്കൾ അതിനോടൊന്ന് പ്രതികരിക്കണം. അതിനെന്താണ് ഒരു ലീഗൽ ഒരു ബ്ലോക്ക് എന്താണുള്ളത്? പാർലമെൻറ്റിൻ്റെ അധികാരത്തിൽ ഇതാണ് വിത്തൗട്ട് ടാമ്പറിങ് 341-42 പാർലമെന്റ് ക്യാൻ എനാക്ട് എ ലോ. അല്ല, അതിനെ നമുക്ക് ആദ്യം എന്ത് വേണം? ആദ്യം വേണ്ടത് ഡേറ്റയാണ്. അല്ല, അങ്ങനെ ദേശീയ തലത്തിൽ ഡേറ്റ ഇല്ല. അങ്ങനെയാണെങ്കിൽ മറ്റേത് മുഴുവൻ അപ്രസക്തമായി. ദേശീയ തലത്തിൽ ഡേറ്റ ഇല്ല. അല്ല, ദേശീയ തലത്തിൽ ഡേറ്റ ഇല്ല. ഡേറ്റ ഇല്ല എന്നാണ് കോടതി പറയുന്നത്. അല്ല, സംസ്ഥാനങ്ങൾക്ക് ഡേറ്റ ഉണ്ട്. സംസ്ഥാനങ്ങളുടെ സംസ്ഥാന നിയമങ്ങളുടെ ആ വിഷയം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. എന്റെ പോയിന്റിലേക്ക് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ആൾട്ടർനേറ്റ് സൊല്യൂഷനാണ് പറഞ്ഞത്. ഇത് ഭരണഘടനാ ഭേദഗതി വേണോ അവിടെ നിൽക്കട്ടെ. ഒരു കോംപ്രിഹെൻസീവ് റിസർവേഷൻ ആക്ടിന്റെ പരിധിയിൽ അതിപിന്നോക്കം നിൽക്കുന്ന വിഭാഗം വേടനും നായടിക്കും പണിയനും അടിക്കനെല്ലാം തന്നെ പ്രത്യേക പരിരക്ഷ നൽകുന്ന. തീർച്ചയായിട്ടും, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഉപവർഗീകരണത്തിന്റെ ആവശ്യം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നിയമം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ വിധിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്. അത് ഏത് നിലയിലാണ് നടപ്പിലാക്കുന്നത് എന്നതുള്ളതല്ല, ഏത് നിലയിലാണ്. തത്വത്തിൽ ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയ ഐഡിയോളജി എന്താ, ബേസിക് ഫിലോസഫി എന്താ? ഏറ്റവും പ്രാതിനിധ്യം ലഭിക്കാതെ പോയ, അർഹമായ മതിയായ അഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടാതെ പോയ കമ്മ്യൂണിറ്റീസിന് കൂടി മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ഐഡിയോളജി. അവിടെ ഞങ്ങൾ നിൽക്കുകയാണ്. അത് ഏത് നിലയിൽ നടപ്പിലാക്കുന്നു എന്നുള്ളത് ആ നിയമം നടപ്പിലാക്കപ്പെടുമ്പോൾ, ആ നിയമത്തിന്റെ സാധ്യത വരുമ്പോൾ അതിനെ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. ഇതാണ് എൻ്റെ നിലപാട്. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇതിലൊന്നും തന്നെ ചെയർമാൻ പറഞ്ഞ ഈ അതിപിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ച് പ്രതിനിധാനം വേണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. ഏക തർക്ക വിഷയം പാർലമെന്റ് അധികാര പരിധിയിലെ 341-42 കോടതി ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഒരു ആൾട്ടർനേറ്റീവ് പറയുന്നത് ഇതൊഴിവാക്കിക്കൊണ്ട്, ഞാനതാണ് ചെയർമാനോട് ചോദിച്ചത്, പാർലമെന്റിന്റെ നിയമനിർമ്മാണം പോസിബിൾ അല്ലേ? ആവശ്യമുള്ള പഠനം നടത്തുക, ബന്ധപ്പെട്ട ഏജൻസികൾ അതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള സോഷ്യോളജിക്കൽ സ്റ്റഡി നടത്തി, അങ്ങനെ വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ മാനുവൽ സ്കാവഞ്ചേഴ്സിൻ്റെ കാര്യം ഉൾപ്പെടെ പത്രങ്ങളിലൊക്കെ ഇടം പിടിച്ച് തുടങ്ങിയിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു നിയമം നിർമ്മാണം നടത്തിയാൽ പിന്നെ ഉപവർഗീകരണത്തിൻ്റെ പ്രസക്തി ഇല്ല അർത്ഥത്തിൽ. ഇതാണ് ഒരു ആൾട്ടർനേറ്റ് സൊല്യൂഷനായിട്ട് ചോദിച്ചത്. ഈ ചർച്ചയിൽ അത് വീണ്ടും തുടങ്ങി. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് അഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ലഭിക്കാതെ പോയ സമുദായങ്ങൾക്ക്
മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതാണ് ഓഗസ്റ്റ് 1 തീയതിയിലെ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സ്റ്റേറ്റോ പാർലമെൻറ്റോ ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തുന്നതിന് ഞങ്ങൾ പൊതുവിൽ സ്വാഗതം ചെയ്യുന്നു. ആ നിയമത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധതയോ നിയമവിരുദ്ധതയോ ധാർമ്മിക വിരുദ്ധതയോ ആ നിയമം പാസ്സാക്കുന്ന ഘട്ടം നമുക്ക് ഉന്നയിക്കാവുന്നതാണ്. ഓക്കെ, സമയപരിമിതി മൂലം നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി ഗീതാനന്ദൻ സജി, അഡ്വക്കേറ്റ് സജി. അപ്പോഴും ഒരു ആശങ്ക ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്കിടയിലുണ്ട്. അത് പറയാതിരിക്കാൻ, ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഇത് എഴുതിയിരിക്കാൻ കഴിയില്ല. അത് മറ്റൊന്നുമല്ല, ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആർ എസ് എസ് രൂപീകരണത്തിന് 100-ാം വർഷമാണ് 2025. ഈ സാഹചര്യത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഫലപ്രദമായി ചെറുക്കാൻ കഴിയുക, പ്രത്യേകിച്ച് UP എന്നൊക്കെയുള്ള ലേറ്റസ്റ്റ് അനുഭവം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ, ആദിവാസി വിഭാഗങ്ങളുടെ ഐക്യത്തോടെ ചേർക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അത് ചരിത്രപരമായിട്ട് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാരണമാണത്. അപ്പോൾ ഈ ഐക്യത തകർക്കാനും ഈ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കാനുമുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. പക്ഷേ നമുക്കറിയാം, കേരളത്തിലൊക്കെ ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള ഇൻ്റലക്ച്വൽസും സംഘടനകളൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുന്നവരാണ്. അവർക്കിടയിലുള്ള ഐക്യത്തെ തകർക്കാതിരിക്കാനും അതേസമയം ഇത്തരം വിഷയങ്ങളിലുള്ള സംവാദം തുടരാനും ആണ് നമുക്ക് കഴിയേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി രണ്ടുപേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.